നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും PSC ഇൻഫ്ലുവൻസറിൻ്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ രഞ്ജിത്താർ കരുനാഗപ്പള്ളി. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ദേവസ്വം ബോർഡ് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഒന്നാമത്തെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഏത് ദേവസ്വം ബോർഡ് മത്സര പരീക്ഷ നമ്മൾ എടുത്താലും അതിൽ സ്പെഷ്യൽ ടോപ്പിക് കമ്പൽസറി ആയി നമ്മൾ പഠിക്കണം. അതുമായി ബന്ധപ്പെട്ട കണ്ടന്റാണ് നമ്മൾ ഇന്ന് മുതൽ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ്സുമായി ബന്ധപ്പെട്ട കണ്ടന്റുകളെല്ലാം അതിൽ PDF നോട്ട് ആയിക്കോട്ടെ, അതിൻ്റെ എക്സാം ആയിക്കോട്ടെ, അത് കൃത്യമായിട്ട് സൗജന്യമായി PSC ഇൻഫ്ലുവൻസർ എന്ന കോമൺ ടെലഗ്രാം ഗ്രൂപ്പുമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ ഏരിയയിലേക്ക് നമ്മൾ പോവുകയാണ്. ദേവസ്വം ബോർഡ് പരീക്ഷയ്ക്കുള്ള ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ആദ്യം മുൻകാല വർഷ ചോദ്യങ്ങൾ എങ്ങനെയായിരുന്നു എന്നൊരു ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കണം. ദേവസ്വം ബോർഡ് മത്സര പരീക്ഷയിലെ ഏത് മത്സര പരീക്ഷ നിങ്ങൾ എടുത്തു, ദേവസ്വം ബോർഡ് മത്സര പരീക്ഷ 2024-25 വർഷം വരെ നടത്തിയ പരീക്ഷകളെല്ലാം പരിശോധിച്ചാൽ അതിൽ പ്രധാനമായും ചോദിച്ചിട്ടുള്ള നിരവധി ചോദ്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു 3 ചോദ്യം ആദ്യമേ ഒന്ന് പരിചയപ്പെടുത്തുന്നു. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: പടത്തിപ്പഴം ഇഷ്ടനിവേദ്യമായ ദേവൻ ആരാണ്? 4 ഓപ്ഷൻ ഉണ്ടായിരുന്നു. അത് നമ്മൾ സോർട്ട് ചെയ്ത് അതിൻ്റെ ക്വസ്റ്റ്യനും ആൻസറും മാത്രമേ പറയുന്നുള്ളൂ. ശ്രീവല്ലഭനാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ: ഇടയ്ക്ക എന്ന വാദ്യം ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? ഉത്തരം സോപാന ലാപന വേളയിലാണ്. സോപാന സംഗീതവുമായി ബന്ധപ്പെട്ട് നമ്മൾ കലാകായികം എന്നറിയപ്പെടുന്ന മേഖല ഈ പറയുന്ന കേരള PSC മത്സര പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. ആ ഒരു ഏരിയയിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഇത് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. മൂന്നാമത്തെ ചോദ്യം: കുങ്കുമം പ്രസാദമായി നൽകുന്നത് ഏത് ക്ഷേത്രങ്ങളിലാണ്? മുൻകാല വർഷ ചോദ്യമാണ്. ആൻസർ ദുർഗാ ക്ഷേത്രങ്ങളിലാണ്. അപ്പം അങ്ങനത്തുള്ള ചോദ്യങ്ങൾ മത്സര പരീക്ഷയിൽ, അതായത് ദേവസ്വം ബോർഡ് പോലുള്ള മത്സര പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് വേണ്ടത് ഈ പറയുന്ന എല്ലാ ചോദ്യങ്ങളും നമ്മൾ പരിശോധിക്കുമ്പം ഇവിടെ പ്രസ്താവന ചോദ്യങ്ങളല്ല ചോദിച്ചേക്കുന്നത്, ഡയറക്റ്റ് ചോദ്യങ്ങൾ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ആ ചോദ്യങ്ങൾ നമ്മൾക്ക് പഠിക്കണമെങ്കിൽ ആ സ്പെഷ്യൽ ടോപ്പിക്കിൽ പറയുന്ന എല്ലാ കണ്ടന്റും പഠിച്ചെങ്കിൽ മാത്രമേ എത്ര മാർക്കാണോ, അത് 10 മാർക്കാണെങ്കിൽ 10 മാർക്ക്, 20 മാർക്കാണെങ്കിൽ 20 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഓരോ ടോപ്പിക്കും വളരെ വിശദീകരിച്ച് തന്നെ എടുത്തു പോവുകയാണ്. ആ ടോപ്പിക്ക് വിശദീകരിച്ച് തരുമ്പം അതിൽ മുൻകാല വർഷ ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്ത് പോകുന്നതായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ആ ഒരു ഏരിയയിലേക്ക് പോലെ നമ്മൾ പോവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ ആയിട്ടുള്ള ക്ഷേത്രം എന്നറിയപ്പെടുന്ന മേഖല, തന്ത്രം എന്നറിയപ്പെടുന്ന മേഖലയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിലേക്ക് ആദ്യം തന്നെ പോവുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ക്ഷേത്രാചാരം എന്നാണ് നമ്മുടെ ടോപ്പിക്കിൽ അല്ലെങ്കിൽ ആ സിലബസിൽ കൊടുത്തേക്കുന്നത്. ഇങ്ങനെയാണ്. എങ്ങനെ? ക്ഷേത്രാചാരവുമായി ബന്ധപ്പെട്ട വസ്തുത, ക്ഷേത്രം, തന്ത്രവിധികൾ തുടങ്ങിയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മുടെ സിലബസിലുള്ളത്. ഇപ്പം ക്ഷേത്രം എന്നാൽ ശരീരം, കളത്രം, കേദാരം, സിദ്ധസ്ഥാനം എന്നിവയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇതിലെ മുഴുവൻ ചരിത്ര വസ്തുതകൾ നമ്മൾ പരിശോധിച്ചാൽ ക്ഷേത്രം എന്ന് പറയുന്ന വാക്കിനർത്ഥം ഒന്നെങ്കിൽ ക്ഷേത്രം എന്നാൽ ഒന്നെങ്കിൽ ശരീരം. അപ്പൊ സ്വന്തം ശരീരം തന്നെയാണ് ഒരുവന്റെ ക്ഷേത്രം എന്ന് പറയുന്നത്. അത് ശുദ്ധീകരിച്ചു വെക്കുക അല്ലെങ്കിൽ ശുദ്ധീകരിച്ച് വയ്ക്കുക എന്നതാണ് ഓരോ വ്യക്തിയുടെയും കടമയായി പുരാണങ്ങളിൽ പറയുന്നത്. അപ്പൊ ക്ഷേത്രം എന്നാൽ ശരീരം അല്ലെങ്കിൽ കളത്രം. എന്തായി കളത്രം എന്ന് പറഞ്ഞാൽ? കളത്രം എന്ന് പറയുന്ന വാക്കിനർത്ഥം ഒന്നെങ്കിൽ പത്നി അല്ലെങ്കിൽ ഭാര്യ എന്നൊക്കെയാണ്. കേദാരം എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. കേദാരം എന്ന് പറഞ്ഞാൽ കൃഷിസ്ഥലം അല്ലെങ്കിൽ വിളസ്ഥലം എന്നൊക്കെയാണ്. അപ്പൊ ക്ഷേത്രം എന്നാൽ ശരീരം എന്ന് പറയുന്ന വാക്ക് പറയാം, കളത്രം ഭാര്യ അല്ലെങ്കിൽ പത്നി എന്ന വാക്ക് പറയാം, കേദാരം അല്ലെങ്കിൽ വിളസ്ഥലം അല്ലെങ്കിൽ കൃഷിസ്ഥലം എന്ന വാക്ക് പറയാം. അടുത്ത 4മത്തെ ഒരു വാക്ക് സിദ്ധസ്ഥാനം എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. സിദ്ധസ്ഥാനം എന്ന് പറഞ്ഞാൽ പ്രത്യേക കഴിവ്. ഈ പറയുന്ന 4 അർത്ഥങ്ങളും എന്തിനുണ്ട്? ക്ഷേത്രത്തിന് ഉണ്ട്. അപ്പൊ അവിടെ ക്ഷേത്രത്തെ പറ്റി അറിയുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ. അപ്പൊ ഞാനോ നിങ്ങളോ ക്ഷേത്രത്തെ പറ്റി അറിയുന്നവനാണെങ്കിൽ ആ ക്ഷേത്രത്തെ പറ്റി അറിയുന്നവനെ അറിയപ്പെടുന്ന പേര് ക്ഷേത്രജ്ഞൻ എന്നാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്ഷേത്രത്തെ പറ്റി അറിയുന്നവനാണ് ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞത് ഭഗവാൻ കൃഷ്ണനാണ്. ഭഗവത്ഗീതയിലാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. അതുകൂടി ഒന്ന് ആഡ് ചെയ്ത് പഠിക്കുക. അപ്പൊ ക്ഷേത്രം എന്നാൽ ശരീരം, കളത്രം, കേദാരം, സിദ്ധസ്ഥാനം എന്നിവയാണ് എന്ന വസ്തുത ഒന്ന് നോട്ട് ചെയ്തേക്കുക. അപ്പൊ അടുത്തത് ഈ പറയുന്ന ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു വാക്കിന്റെ അർത്ഥം നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാ? അത് ആ അർത്ഥം ഈ പറയുന്ന ഏതെങ്കിലും ഒരു വാക്കിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിദ്ധാന്തത്തിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നത്, പഠിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പുസ്തകങ്ങൾ ഉണ്ടോന്നാ.
അപ്പൊ അവിടെ ക്ഷേത്രത്തിന്റെ അർത്ഥം പ്രധാനമായും നമ്മൾ പറയുന്നത് അമരസിംഹൻ എഴുതിയ അമരകോശത്തിൽ ആരെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട്? ക്ഷേത്രത്തിന്റെ അർത്ഥത്തെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ടത് എന്താണ്? ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറയുന്നത് എങ്ങനെയാണ്? ശരീരം ക്ഷേത്രമാണ് എന്നാണ് എന്ന് ഓർത്തു വെക്കുക. ശരീരമാണ് ക്ഷേത്രമെങ്കിൽ അതിൽ കുടികൊള്ളുന്ന ആത്മാവിനെ അറിയപ്പെടുന്ന പേരാണ് ആരാധ്യ ദേവത എന്ന് പറയുന്നത്. അപ്പൊ ശരീരമാണ് എന്റെയും നിങ്ങളുടെയൊക്കെ ശരീരമാണ് ക്ഷേത്രമെങ്കിൽ അതിൽ കുടികൊള്ളുന്ന ആത്മാവാണ് എന്ത്? ആരാധ്യ ദേവത എന്ന് പറയുന്നത്. അപ്പൊ ഈ 4 പ്രധാനപ്പെട്ട വാക്കുകൾ ഒന്ന് നോട്ട് ചെയ്യുക. ക്ഷേത്രം എന്നാൽ ശരീരം, കളത്രം, കേദാരം, സിദ്ധസ്ഥാനം എന്നിവയാണ്. ക്ഷേത്രത്തിന്റെ അർത്ഥം അമരസിംഹൻ എഴുതിയ അമരകോശത്തിലാണ് പ്രതിപാദിക്കുന്നത്. അപ്പൊ അമരസിംഹന്റെ പുസ്തകമാണല്ലോ അമരകോശം. ശ്രീകൃഷ്ണൻ എന്തിനെ പറ്റി? ശരീരം ക്ഷേത്രമാണ്, ശരീരം എന്നാൽ ക്ഷേത്രമാണ് എന്ന് പറയുന്നുണ്ട്. അത് ഭഗവത്ഗീതയിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത്. ശരീരമാണ് ക്ഷേത്രമെങ്കിൽ അതിൽ കുടികൊള്ളുന്ന ആത്മാവാണെന്ത്? ആരാധ്യ ദേവത എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതെല്ലാം നമ്മൾ പറയുന്ന സംസ്കൃത വാക്യങ്ങളുമായി ബന്ധപ്പെട്ട പരിഭാഷകളെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ക്ഷേത്രം എന്നാൽ ശരീരം, കളത്രം, കേദാരം, സിദ്ധസ്ഥാനം എന്നിവയാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അടുത്തതായി നമുക്ക് വേണ്ടത് ഈ പറയുന്ന ശരീരം, എന്റെയും നിങ്ങളുടെയൊക്കെ ശരീരമാകുന്ന ക്ഷേത്രം എല്ലായ്പ്പോഴും എന്ത് ചെയ്യണം? അത് ശുദ്ധീകരിക്കപ്പെടേണ്ടതാണ് എന്ന വസ്തുത കൂടി ഓർക്കുക. ശരീരം തന്നെയാണ് ക്ഷേത്രം എന്ന് പറയുന്ന ഗ്രന്ഥമേത്? മുൻകാല വർഷ ചോദ്യമാണ്. ഈ പറയുന്ന ക്ഷേത്രം എന്നറിയപ്പെടുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമ്മളുടെ മത്സര പരീക്ഷയായിട്ടുള്ള ദേവസ്വം ബോർഡ് മത്സര പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യം, ശരീരം തന്നെയാണ് ക്ഷേത്രം എന്ന് പറയുന്ന ഗ്രന്ഥം ഏതാണ്? അത് ഭഗവത്ഗീത ആണ്. അപ്പൊ ഭഗവത്ഗീതയിൽ ആരാ അങ്ങനെ പറയുന്നത്? ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ശരീരം തന്നെയാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. അതൊന്ന് നോട്ട് ചെയ്തേക്കുക. അടുത്തത്, ക്ഷേത്രം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ക്ഷേത്രം എന്ന പദത്തിന്റെ അർത്ഥം ദുഃഖത്തിൽ നിന്ന് രക്ഷിക്കുന്നത് എന്നാണ്. അപ്പൊ ക്ഷേത്രം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ദുഃഖത്തിൽ നിന്ന് രക്ഷിക്കുന്നതെന്നാണ്. ശരീരം തന്നെയാണ് ക്ഷേത്രം എന്ന് പറയുന്ന ഗ്രന്ഥം എന്താണ്? അത് ഭഗവത്ഗീതയാണ്. ഈ ഒരു ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ക്ഷേത്ര സിദ്ധാന്തങ്ങളെ പറ്റി നമ്മൾ പറയും, തന്ത്രവിധികളെ പറ്റി നമ്മൾ പറയും. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ഉണ്ട്, തന്ത്രശാസ്ത്രവും തന്ത്ര സമുച്ചയം. അത് നമ്മളിപ്പോൾ പറയാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഈ 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊന്ന് നോട്ട് ചെയ്തേക്കണം. അത് വീണ്ടും ചോദിച്ചാൽ നിങ്ങൾ മാത്രം എഴുതാതിരിക്കരുത്. അടുത്തത്, ഈ പറഞ്ഞ ക്ഷേത്ര സങ്കല്പം ഉണ്ടല്ലോ, ഈ പറയുന്ന ഒരു രാജ്യമായിക്കോട്ടെ ഒരു പ്രദേശമായിക്കോട്ടെ, അവിടെ ഒരു ക്ഷേത്രമുണ്ട്, ആ ക്ഷേത്രത്തിൽ ഒരു ദേവനുണ്ട് അല്ലെങ്കിൽ ദേവിയുണ്ട് എന്ന് പറയുന്ന ക്ഷേത്ര സങ്കല്പം എന്നത് ഏത് ശാസ്ത്രത്തെയാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ചോദിച്ചാൽ അത് തന്ത്രശാസ്ത്രത്തെയാണ്. അത് വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ തന്ത്രശാസ്ത്രം എഴുതിയത് അത് ദത്താത്രേയ മുനിയാണ്. അവിടെ തന്നെ നമ്മളെ കുഴപ്പിക്കുന്ന 2 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, തന്ത്രശാസ്ത്രം എഴുതിയത് ദത്താത്രേയ മുനിയും തന്ത്ര സമുച്ചയം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് അത് ചേനാസ് നാരായണ നമ്പൂതിരിപ്പാടാണ്. രണ്ടും 2 ചോദ്യങ്ങളാണ്. തന്ത്രശാസ്ത്രം വേറെ, തന്ത്ര സമുച്ചയം വേറെ. ഈ പറയുന്ന തന്ത്ര സമുച്ചയത്തിൽ പറയുന്ന 64 തന്ത്രങ്ങളെ പറ്റി നമ്മൾ പറയും. 64 തന്ത്രങ്ങളെ പറ്റി തന്ത്ര സമുച്ചയത്തിൽ പറയും. ഈ 64 തന്ത്രങ്ങളെ 3 പ്രധാനപ്പെട്ട വിഭാഗമായി തരംതിരിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഓരോ മേഖലകളും നമ്മൾ പറയും. അതിൽ വിഷ്ണു ക്രാന്ത എന്നറിയപ്പെടുന്ന തന്ത്രവിഭാഗം നമ്മൾ പഠിക്കണം. ദെൻ രണ്ടാമത്തതാണ്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ക്രാന്ത എന്നറിയപ്പെടുന്ന തരംതിരിവ് അല്ലെങ്കിൽ ആ ഒരു പാഠഭാഗം നമ്മൾ അല്ലെങ്കിൽ ആ ഒരു ഏരിയ നമ്മൾ പഠിക്കണം. മൂന്നാമത്തതാണ് അശ്വക്രാന്ത എന്നറിയപ്പെടുന്ന തന്ത്രമേഖലയും നമ്മൾ പഠിക്കണം. അപ്പൊ തന്ത്ര സമുച്ചയം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? അത് ചേനാസ് നാരായണ നമ്പൂതിരിപ്പാടാണ്. തന്ത്രശാസ്ത്രം എഴുതിയത് ആരാണ്? അത് ദത്താത്രേയ മുനിയാണ്. ക്ഷേത്ര സങ്കല്പം എന്നത് ഏത് ശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നതാണെന്ന് ചോദിച്ചാൽ അതിനുത്തരം എന്താണ്? അത് തന്ത്രശാസ്ത്രമാണ്. അത് പ്രധാനമായിട്ട് പഠിച്ചു വെച്ചേക്കണം. അതിൽ നമ്മൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഏരിയ ആണല്ലോ ഞാൻ പറഞ്ഞത്. എന്താ പറഞ്ഞേക്കുന്നത്? വേറെ ഒന്നുമില്ല, ഈ പറയുന്ന ക്ഷേത്ര സമുച്ചയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്ഷേത്ര സങ്കല്പവുമായി ബന്ധപ്പെട്ട കണ്ടന്റ് പഠിക്കുന്ന സമയത്ത് പ്രധാനമായും പഠിക്കേണ്ട 3 ഏരിയ ക്ഷേത്ര സങ്കല്പവുമായി ബന്ധപ്പെട്ട് എന്താണ്? തന്ത്രശാസ്ത്രം
ശാസ്ത്രം അല്ലെങ്കിൽ തന്ത്രശാസ്ത്രം ആരെഴുതിയതാ? അത് തന്ത്രശാസ്ത്രം എഴുതിയത് ആരെന്നറിയാം, തന്ത്ര സമുച്ചയം എഴുതിയത് ആരെന്നറിയാം. തന്ത്ര സമുച്ചയം എഴുതിയത് ആരാണ്? അത് ചേനാസ് നാരായണ നമ്പൂതിരിപ്പാടാണ്. ഈ തന്ത്ര സമുച്ചയത്തിൽ പറയുന്ന 64 തന്ത്രങ്ങളെ പറ്റിയാ പറയുന്നത്. ആ 64 തന്ത്രങ്ങൾ 4ആയിട്ടല്ല തരംതിരിക്കുന്നത്, 3ആയിട്ടാ തരംതിരിക്കുന്നത്. 4ആയിട്ട് തരംതിരിക്കുന്നു എന്ന് പറയുമ്പം അതിൽ പ്രധാനപ്പെട്ട ഒരു ഏരിയ ഉണ്ട്. ഈ 64 തന്ത്രങ്ങളിൽ 3ആയി തരംതിരിവുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തതാണ് വിഷ്ണുക്രാന്ത. വിഷ്ണുക്രാന്ത എന്ന് പറയുന്ന വിഭാഗം. ഈ വിഷ്ണുക്രാന്ത എന്നറിയപ്പെടുന്ന വിഭാഗവും രഥക്രാന്ത എന്നറിയപ്പെടുന്ന വിഭാഗവും പിന്നെ മൂന്നാമത് പറഞ്ഞേക്കുന്ന അശ്വക്രാന്ത എന്നറിയപ്പെടുന്ന വിഭാഗവും തരംതിരിക്കുന്നത് ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിലാണ്. അതൊരിക്കലും ഇന്ത്യ എന്നറിയപ്പെടുന്ന ഇപ്പോഴത്തെ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ പറ്റിയല്ല പറയുന്നത്. പഴയകാല നമ്മൾ പറയുന്ന സൈന്ധവ സംസ്കാരം എന്നറിയപ്പെടുന്ന ഈ മഹത്തായ ഭാരതീയ സംസ്കാരവുമായി ബന്ധപ്പെട്ട കണ്ടന്റിനെ പറ്റിയാണ് പറയുന്നത്. അതിൽ ഈ പറഞ്ഞ 64 തന്ത്രങ്ങളുണ്ടെന്ന് പറയുന്നു. അതിൽ തന്നെ ആദ്യം പറഞ്ഞേക്കുന്ന വിഷ്ണുക്രാന്ത എന്നറിയപ്പെടുന്ന തന്ത്രത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു തന്ത്ര വിഭാഗത്തിന്റെ ഭൂപ്രകൃതി പറയുന്നത് ഇങ്ങനെയാണ്. വിന്ധ്യാപർവ്വതം മുതൽ, അതായത് ഇന്ത്യൻ ഭാഗമായിട്ടുള്ള വിന്ധ്യ സത്പുര ഭൂപ്രകൃതി വിഭാഗങ്ങളെ പറ്റി നമ്മൾ പഠിക്കുമല്ലോ. അതിൽ വിന്ധ്യാപർവ്വതം മുതൽ കട്ടള, ഇന്നത്തെ പഞ്ചാബ് വരെയുള്ള പ്രദേശത്തിന്റെ അവിടുത്തെ തന്ത്രവിധികളെ പറ്റി, അവിടുത്തെ ആ തന്ത്ര ജ്ഞാനങ്ങളുമായി ബന്ധപ്പെട്ട കണ്ടന്റുകളെല്ലാം ക്രോഡീകരിച്ച ആ വിഭാഗത്തെ അല്ലെങ്കിൽ ആ ഒരു തന്ത്ര വിഭാഗത്തെ അറിയപ്പെടുന്ന പേരാണ് വിഷ്ണുക്രാന്ത എന്നറിയപ്പെടുന്നത്. ഈ പറഞ്ഞ വിഷ്ണുക്രാന്ത പറയുന്നത് ഇങ്ങനെയാണ്. വിന്ധ്യാപർവ്വതം മുതൽ പഞ്ചാബിലെ, ഇപ്പോഴത്തെ പഞ്ചാബിലെ അന്നത്തെ സമയത്ത് കട്ടള എന്നാണ് പറയുന്നത്, അതുവരെയുള്ള ഈ പറഞ്ഞ തന്ത്രങ്ങളെ എല്ലാം ക്രോഡീകരിച്ച വിഭാഗമാണ് വിഷ്ണുക്രാന്ത എന്നറിയപ്പെടുന്നത്. രണ്ടാമത്തതാണ് നമ്മൾ പറഞ്ഞത് രഥക്രാന്ത. രഥക്രാന്ത എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വിന്ധ്യാപർവ്വതം മുതൽ മഹാചീനം വരെ. മഹാചീനം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ചൈനയെ പറ്റിയാ പറയുന്നത്. അതായത് ചൈന, മഹാചീനം എന്ന് പറഞ്ഞാൽ ചൈന വരെയുള്ള ഭൂപ്രകൃതി വിഭാഗങ്ങളിലെ പ്രധാനപ്പെട്ട തന്ത്രവിധികളെല്ലാം ക്രോഡീകരിക്കുന്ന സംവിധാനമല്ല, അതിന്റെ തന്ത്രവിധികളെ അറിയപ്പെടുന്ന പേരാണ് രഥക്രാന്ത. മൂന്നാമത്തെ കണ്ടന്റ് ആണ് വളരെ പ്രധാനപ്പെട്ടതാണ് അശ്വക്രാന്ത. എന്താ ഈ അശ്വക്രാന്ത എന്ന് പറഞ്ഞാൽ? അവിടെ പറഞ്ഞേക്കുന്നത് വിന്ധ്യ മുതൽ പശ്ചിമ ബംഗാൾ പ്രദേശം വരെ ഉള്ള ഭൂപ്രകൃതി വിഭാഗങ്ങളിലെ ഈ പറയുന്ന തന്ത്രവിദ്യകളെല്ലാം ക്രോഡീകരിച്ച വിഭാഗത്തിന്റെ പേരാണ് അശ്വക്രാന്ത എന്നറിയപ്പെടുന്നത്. അപ്പൊ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ പറയുന്ന അശ്വക്രാന്ത എന്നറിയപ്പെടുന്ന ഈ തന്ത്രവിധികളിൽ പ്രധാനമായും പറയുന്നത് പേർഷ്യ, ഈജിപ്റ്റ് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലെ ഈ പറയുന്ന തന്ത്രവിധികൾ കൂടി ക്രോഡീകരിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ഈജിപ്റ്റ്, പേർഷ്യ എന്നീ സ്ഥലങ്ങളിലെ തന്ത്രവിധികൾ ഒഴിവാക്കുകയാണെങ്കിൽ അതിനെ അറിയപ്പെടുന്ന പേരാണ് ഗജക്രാന്ത എന്നറിയപ്പെടുന്നത്. അപ്പൊ 64 തന്ത്രങ്ങളാണുള്ളത്. ഈ 64 തന്ത്രങ്ങളെ 3ആയിട്ടാ തരംതിരിക്കുന്നത്. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഈ 3ആയിട്ട് തരംതിരിക്കുന്നതിൽ ആദ്യത്തേതാണ് വിഷ്ണുക്രാന്ത, രണ്ടാമത്തതാണ് രഥക്രാന്ത, മൂന്നാമത്തതാണ് അശ്വക്രാന്ത. അശ്വക്രാന്തയിൽ ഉൾപ്പെടാത്ത എന്ന് പറഞ്ഞാൽ അശ്വക്രാന്തയിലെ പേർഷ്യ, ഈജിപ്റ്റ് എന്നിവ ഒഴിവാക്കി ബാക്കിയുള്ള പ്രദേശങ്ങളെ അറിയപ്പെടുന്ന പേരാണ് ഗജക്രാന്ത എന്നറിയപ്പെടുന്നത്. അപ്പൊ ഈ പറയുന്ന 64 തന്ത്രങ്ങളെ പ്രധാനമായിട്ടും എത്രയായിട്ടാണ് തരംതിരിക്കുന്നത്? അത് 3ആയിട്ടാണ് തരംതിരിക്കുന്നത് എന്ന് മാത്രം ഒന്ന് നോട്ട് ചെയ്തേക്കുക. അതാണ് നമുക്ക് വേണ്ടത്. അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, മുഴുവൻ മത്സര പരീക്ഷകളിലും, അത് കേരള PSCയുടെ മത്സര പരീക്ഷയ്ക്ക് ഉൾപ്പെടെ ചോദിച്ചിട്ടുള്ള ചോദ്യം ഇതാണ്. തത്വമസി എന്നറിയപ്പെടുന്ന ഒരു വാക്ക്, ആ ഒരു ആശയം ഏത് ഉപനിഷത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ചാന്ദ്യോഗോപനിഷത്തിൽ നിന്നാണ് തത്വമസി എന്നറിയപ്പെടുന്ന വാക്ക് എടുത്തിട്ടുള്ളത്. അതിൽ ഈ പറയുന്ന തത്വമസി എന്ന് പറഞ്ഞ വാക്കിനർത്ഥം അത് നീ ആകുന്നു എന്നാണല്ലോ. തത്ത് എന്ന് പറഞ്ഞാൽ അത് എന്നാണ്, ത്വം എന്നാൽ നീ എന്നാണ്, അസി എന്നാൽ ആകുന്നു എന്നാണ് അർത്ഥം. അപ്പൊ തത്വമസി എന്ന് പറഞ്ഞാൽ അത് നീ ആകുന്നു എന്നാണ് അർത്ഥം. തത്വമസി നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പം തത്ത് അല്ലെങ്കിൽ അത്, ത്വം നീ, അസി ആകുന്നു. അപ്പൊ ഈ പറയുന്ന തത്വമസി എന്നറിയപ്പെടുന്ന വാക്കിൽ നിന്ന് നമുക്ക് പുരാണങ്ങളിലേക്ക് അല്ലെങ്കിൽ ചരിത്ര വസ്തുക്കളിലേക്ക് പോയാൽ, അല്ലെങ്കിൽ പുരാണ കൃതികളിലേക്ക് പോയാൽ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ഉണ്ട്. തത്വമസി എന്നറിയപ്പെടുന്ന ആ ആശയം ആദ്യമായി ആർക്കാണ് പറഞ്ഞു കൊടുക്കുന്നത് എന്നാണ് ഉദ്ദാലകൻ എന്നറിയപ്പെടുന്ന മഹർഷി അദ്ദേഹത്തിന്റെ മകനായ ശ്വേതകേശുവിന് പറഞ്ഞു കൊടുക്കുന്ന
ആശയമാണ് തത്വമസി എന്ന് പറയുന്നത്. തത്വമസി എന്ന് പറഞ്ഞാൽ അത് നീ ആകുന്നു എന്നാണ് ഉപനിഷത്ത്. മറക്കരുത്. ചാന്ദ്യോഗോപനിഷത്തിനെ പറ്റി വളരെ വ്യക്തമായി പഠിച്ചോണം. അത് മുഴുവൻ മത്സര പരീക്ഷകൾക്കും, അത് ദേവസ്വം ബോർഡ് മത്സര പരീക്ഷകൾ മാത്രമല്ല മറ്റു മത്സര പരീക്ഷകൾക്കും ചോദിക്കാറുണ്ട് ഉപനിഷത്തിന്റെ കണ്ടന്റ്. അപ്പൊ തത്വമസി എന്നറിയപ്പെടുന്ന ആശയം ലോകത്തിൽ ആദ്യമായി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പുരാണ കഥകൾ പ്രകാരം, പുരാണ ചരിത്ര പ്രകാരം നമ്മൾ പറയുമ്പോൾ എങ്ങനെയാണ് ഉദ്ദാലകൻ എന്നറിയപ്പെടുന്ന മഹർഷി അദ്ദേഹത്തിന്റെ മകനായ ആർക്ക്, ശ്വേതകേശുവിന് പറഞ്ഞു കൊടുക്കുന്ന ആശയമാണ് തത്വമസി എന്നറിയപ്പെടുന്നത്. ഇനി മുൻകാല വർഷ ചോദ്യങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ ആ ചോദ്യത്തിൽ വളരെ വ്യക്തമായി കാണുന്ന ഒരു കൺസെപ്റ്റാണ് വിഗ്രഹം എന്ന് പറയുന്നത്. അറിയാവുന്നതാണ്. ഏതൊരു വിഗ്രഹവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും പഞ്ചലോഹ വിഗ്രഹവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മത്സര പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഈ പറയുന്ന പഞ്ചലോഹ വിഗ്രഹത്തിൽ ചേർക്കേണ്ട ലോഹ അനുപാതം ഒന്ന് നോട്ട് ചെയ്തേക്കണം. അതിൽ വെള്ളി. അപ്പൊ പഞ്ചലോഹത്തിൽ ഏതൊക്കെ ലോഹങ്ങളാണ് ഉള്ളത്? വെള്ളിയുണ്ട്, സ്വർണമുണ്ട്, ചെമ്പ്, പിച്ചള, ഇരുമ്പ്. അപ്പൊ അതിൽ ഈ പറഞ്ഞ പഞ്ചലോഹ വിഗ്രഹത്തിൽ ചേർക്കേണ്ട ലോഹ അനുപാതം നമ്മൾ പറയുമ്പം വെള്ളി 4 ഭാഗം അനുപാതത്തിലാണ് ചേർക്കേണ്ടത്. സ്വർണം 1 ഭാഗം, ചെമ്പ് പിത്തള അല്ലെങ്കിൽ പിച്ചള 8 ഭാഗം, ഇരുമ്പ് ആവശ്യാനുസരണം എന്നാ പറയുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു ലോഹ അനുപാതത്തെ പറ്റി ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ദേവസ്വം ബോർഡ് മത്സര പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് വേണ്ടത് ഈ പറഞ്ഞ ദേവസ്വം ബോർഡ് മത്സര പരീക്ഷകൾക്ക്, അത് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ആയിക്കോട്ടെ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആയിക്കോട്ടെ, കൊച്ചി ദേവസ്വം ബോർഡ് ആയിക്കോട്ടെ, മറ്റ് ദേവസ്വം ബോർഡ് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി വർക്കൗട്ട് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് ഈ കൊടുത്തേക്കുന്ന നമ്പറിൽ 9072728242 നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കുക. നിങ്ങളുടെ പേര്, അതിനുശേഷം ഏത് ദേവസ്വം ബോർഡ് പരീക്ഷയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് അതുകൂടി നിങ്ങൾ എന്ത് ചെയ്തേക്കണം, വാട്സാപ്പ് വഴി അയച്ചേക്കുക. വർക്കൗട്ട് ബാച്ച് നമുക്ക് വേണ്ടതാണ്. ആ വർക്കൗട്ട് ബാച്ചിൽ പ്രധാനപ്പെട്ട ടോപ്പിക്ക്, നിങ്ങളുടെ ദേവസ്വം ബോർഡ് മത്സര പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള കറണ്ട് അഫേഴ്സ്, ദെൻ ദേവസ്വം ബോർഡിന്റെ സ്പെഷ്യൽ ടോപ്പിക് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഈ കൊടുത്തേക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം. അടുത്ത നമുക്ക് പറയാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ, ഈ പറയുന്ന ക്ഷേത്രം എന്നറിയപ്പെടുന്ന ടോപ്പിക്ക് കവർ ചെയ്ത് കഴിഞ്ഞു. അതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം നമ്മൾ എടുത്തു കഴിഞ്ഞു. അതിൽ അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് പോവുകയാണ്. തന്ത്രം എന്നറിയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ധാരാളം മത്സര പരീക്ഷകളിൽ ഈ ഒരു മേഖലയിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. അതാണ് നമ്മൾ ഇനി പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതിനു മുമ്പ് നിങ്ങൾക്കറിയാവുന്ന ചോദ്യം ഒന്ന് കമന്റ് ചെയ്തേക്ക്. ഈ പറയുന്നതിന്റെ ആൻസർ നമുക്കറിയാം. ഒരു ജനറൽ നോളജ് എപ്പോഴും മത്സര പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ടല്ലോ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ചോദ്യത്തിൽ ഉത്തരം നിങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം. നിലവിലെ കേരള സംസ്ഥാന ദേവസ്വം വകുപ്പ് മന്ത്രി ആരാണ്? കേരളത്തിലെ നിലവിലെ സംസ്ഥാന ദേവസ്വം വകുപ്പ് മന്ത്രി ആര് എന്നാണ് എൻ്റെ ചോദ്യം. ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്തേക്കുക. ഓക്കെ, ഇനി നമുക്ക് കണ്ടന്റിലേക്ക് പോകും. ആദ്യം ഈ പറഞ്ഞ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കണ്ടന്റ് പഠിക്കുമ്പോഴും തന്ത്രവുമായി ബന്ധപ്പെട്ട കണ്ടന്റ് പഠിക്കുമ്പോഴും നമ്മൾ പഠിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 4 വാക്കുകൾ ഒന്ന് നോട്ട് ചെയ്തേക്കണം. 1 ദേവസ്വം, 2 ബ്രഹ്മസ്വം, 3 വിരുത്തി, 4 ചേരിക്കൽ അല്ലെങ്കിൽ പണ്ടാര വക ഭൂമി. ഒന്ന് നോട്ട് ചെയ്തേക്കണേ. ദേവസ്വം, ഒന്നാമത്തെ വാക്ക് ദേവസ്വം, രണ്ടാമത്തെ വാക്ക് ബ്രഹ്മസ്വം, മൂന്നാമത്തെ വാക്ക് ചേരിക്കൽ അല്ലെങ്കിൽ പണ്ടാര വക ഭൂമി, അടുത്ത വാക്ക് എന്താണ്? ഈ പറഞ്ഞ പ്രധാനപ്പെട്ടതാണ് വിരുത്തി. ഇങ്ങനെ 4 വാക്കാണ് ഞാൻ പറയുന്നത്. ഒന്നുമില്ല, പ്രാചീന കേരളത്തിലെ ക്ഷേത്രഭൂമികളെ അറിയപ്പെടുന്ന പേരാണ് ദേവസ്വം. വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട. ദേവന്റെ ഭൂമിയാണ് ദേവസ്വം, ക്ഷേത്രഭൂമിയാണ് ദേവസ്വം. ബ്രാഹ്മണർക്ക്, പഴയകാല കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് പഴയ കാലത്ത് ബ്രാഹ്മണർക്ക് ദാനമായി കിട്ടിയ ഭൂമിയെ അറിയപ്പെടുന്ന പേരാണ് ബ്രഹ്മസ്വം. അപ്പൊ നിങ്ങൾ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും ബ്രാഹ്മണർക്ക് ദാനമായി കിട്ടുക എന്ന് പറഞ്ഞാൽ അപ്പൊ അവർക്ക് ഭൂമികളെ ഇല്ലായിരുന്നോ? അങ്ങനല്ല പറഞ്ഞേക്കുന്നത്. ബ്രാഹ്മണർ എന്നറിയപ്പെടുന്ന വിഭാഗക്കാർക്ക് ദാനമായി എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നതിന് പകരമായി ദാനമായി കിട്ടിയ ഭൂമി അറിയപ്പെടുന്ന പേര് ബ്രഹ്മസ്വം എന്നാണ്. മൂന്നാമത്തെ വാക്കാണ് വിരുത്തി. ഒന്നുമില്ല, ആരാധനാലയ കേന്ദ്രങ്ങളെ നമ്മൾ എടുക്കുമ്പോൾ, അതായത് ക്ഷേത്ര ആരാധനാലയ കേന്ദ്രങ്ങളെ എടുക്കുമ്പോൾ അവിടുത്തെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ദാനമായി നൽകിയ ഭൂമിയെ അറിയപ്പെടുന്ന പേരാണ് വിരുത്തി എന്ന് പറയുന്നത്. അത് നോട്ട് ചെയ്തേക്കണം. നാലാമത്തെ വാക്കാണ്
ചേരിക്കൽ അല്ലെങ്കിൽ പണ്ടാര വകഭൂമി. എന്തുവാ ചേരിക്കൽ അല്ലെങ്കിൽ പണ്ടാര വകഭൂമി എന്ന് പറഞ്ഞാൽ? പ്രാചീന കേരളത്തിൽ വേറെ ഒന്നുമില്ല, പ്രാചീന കേരളത്തിലെ നാടുവാഴികളുടെ ഭൂമി അല്ലെങ്കിൽ രാജാക്കന്മാരുടെ ഭൂമി അറിയപ്പെടുന്ന പേരാണ് ചേരിക്കൽ അല്ലെങ്കിൽ പണ്ടാര വകഭൂമി. ഈ 4 വാക്കുകൾ ഒന്ന് നോട്ട് ചെയ്തേക്കുക. അത് ഈ പറഞ്ഞ ദേവസ്വം ബോർഡ് മത്സര പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. പ്രാചീന കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഭൂമി അറിയപ്പെടുന്ന പേര് ദേവസ്വം. ബ്രാഹ്മണർക്ക് ദാനമായി കിട്ടിയ ഭൂമി അറിയപ്പെടുന്ന പേര് ബ്രഹ്മസ്വം. കഴകഭൂമിയെ, അതായത് ക്ഷേത്രത്തിലെ ആരാധനാലയ കേന്ദ്രമായ ക്ഷേത്രത്തിലെ ജോലിക്കാരുടെ ഭൂമി, അതായത് കഴകക്കാരുടെ ഭൂമി അറിയപ്പെടുന്ന പേരാണ് വിരുത്തി. 4ാമത്തെ വാക്ക് ചേരിക്കൽ അല്ലെങ്കിൽ പണ്ടാരവക ഭൂമി. രാജാവിൻ്റെ അല്ലെങ്കിൽ നാടുവാഴിയുടെ ഭൂമിയെ അറിയപ്പെടുന്ന പേരാണ് എന്ത്? ചേരിക്കൽ അല്ലെങ്കിൽ പണ്ടാര വകഭൂമി. അടുത്തത് ഈ പറയുന്ന ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട ഏരിയ തന്ത്രം എന്നറിയപ്പെടുന്ന ടോപ്പിക്ക് നമുക്ക് വേണം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. തന്ത്രശാസ്ത്രം എഴുതിയത് അത് ദത്താത്രേയ മുനിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ തന്നെ നമ്മളെ കുഴപ്പിച്ച് കളയും. തന്ത്ര സമുച്ചയം എന്ന പുസ്തകം എഴുതിയത് അത് ചേനാസ് നാരായണ നമ്പൂതിരിപ്പാടാണ്. അത് ഓർത്തു വെക്കണം. ഇനി ഈ പറഞ്ഞ തന്ത്രം എന്നാൽ എന്താ? ആദ്യം നമ്മൾ പറഞ്ഞ ക്ഷേത്രത്തിന് പല പല വാക്കുകളുടെ അർത്ഥത്തിലേക്ക് നമുക്ക് പോകണം. അതിൽ തന്ത്രം എന്നാൽ സിദ്ധാന്തം, വേദശാഖ, പ്രബന്ധം, രചന, വിശദീകരണം, കർമ്മനിഷ്ഠ എന്നൊക്കെയാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിൽ പ്രധാനപ്പെട്ട തന്ത്രം എന്നാൽ സിദ്ധാന്തം അല്ലെങ്കിൽ രചന എന്നൊക്കെ വേണമെങ്കിൽ. അപ്പൊ എഴുതുന്നതാണ് അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് പഠിക്കാനുള്ളതാണ് തന്ത്രം എന്ന് പറയുന്നത്. 64 തന്ത്രങ്ങളാണ് ഉള്ളത്. അതിൽ ഈ പറയുന്ന 64 തന്ത്രങ്ങൾ തന്ത്രശാസ്ത്രം എഴുതിയത് ദത്താത്രേയ മുനിയും വളരെ പ്രധാനപ്പെട്ടതാണ്. തന്ത്ര സമുച്ചയം എഴുതിയതാരാ? തന്ത്ര സമുച്ചയം എഴുതിയത് അത് ചേനാസ് നാരായണ നമ്പൂതിരിപ്പാടാണ്. ഈ പറയുന്ന തന്ത്രവുമായി ബന്ധപ്പെട്ട 64 തന്ത്രങ്ങളാണുള്ളത്. ഈ 64 തന്ത്രങ്ങളെ എത്രയായിട്ടാണ് തരംതിരിക്കുന്നത്? 3ആയിട്ടാണ് തരംതിരിക്കുന്നത്. അതിൽ വിഷ്ണുക്രാന്ത, രഥക്രാന്ത, അശ്വക്രാന്തയിലുള്ള മറ്റൊരു വിഭാഗമാണ് ഇത് ഗജക്രാന്ത എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ വിഷ്ണുക്രാന്ത എന്താണ്? വിന്ധ്യാപർവ്വതം മുതൽ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, വിന്ധ്യാപർവ്വതം മുതൽ പഞ്ചാബിലെ കട്ടള വരെയുള്ള ഭൂപ്രകൃതി വിഭാഗങ്ങളിലെ മുഴുവൻ തന്ത്രങ്ങളും അതിലെ വിധികളും എല്ലാം ക്രോഡീകരിച്ചിട്ടുള്ള തന്ത്രങ്ങളെ അറിയപ്പെടുന്ന പേരാണ് വിഷ്ണുക്രാന്ത. രഥക്രാന്ത എന്ന് പറഞ്ഞാൽ വിന്ധ്യ മുതൽ മഹാചീനം വരെ, മഹാചീനം എന്ന് പറഞ്ഞാൽ ചൈന വരെയാണ്. 3ാമത്തതാണ് അശ്വക്രാന്ത എന്നറിയപ്പെടുന്നത്. അത് വിന്ധ്യ മുതൽ എവിടെ വരെ? ഈ പറയുന്ന പശ്ചിമ ബംഗാൾ പിന്നെ ജാവ എന്നറിയപ്പെടുന്ന പ്രദേശമൊക്കെ ഉൾപ്പെടെയുള്ള ആ ഭൂപ്രകൃതി വിഭാഗങ്ങളിലെ ഈ പറയുന്ന തന്ത്രങ്ങളെല്ലാം ക്രോഡീകരിക്കുന്നതിനെ അറിയപ്പെടുന്ന പേര് അശ്വക്രാന്ത എന്നാണ്. അശ്വക്രാന്തയിലുള്ള മറ്റൊരു വിഭാഗമാണ് ഗജക്രാന്ത. ഇപ്പൊ പ്രധാനമായിട്ടും തന്ത്രങ്ങളെ എത്രയായിട്ടാണ് തരംതിരിക്കുന്നത്? 3ആയിട്ടാണ് തരംതിരിക്കുന്നത്. അടുത്തത് ഈ പറയുന്ന തന്ത്രവിധികളുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പം ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള 2 ചോദ്യങ്ങളിൽ ഒന്ന് ആഗമശാസ്ത്രം ചോദിച്ചിട്ടുണ്ട്, നിഗമശാസ്ത്രം ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞ തന്ത്രശാസ്ത്രം, നമ്മൾ നേരത്തെ പറഞ്ഞ തന്ത്രശാസ്ത്രവുമായി ബന്ധപ്പെട്ട് കണ്ടന്റ് പറയുമ്പം തന്ത്രശാസ്ത്രം എഴുതിയത് ദത്താത്രേയ മുനിയാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇതിൽ എന്താ ഈ പറഞ്ഞ തന്ത്രശാസ്ത്രം എന്താണ്? അതായത് ഭഗവാൻ ശിവപാർവതി സംവാദ രൂപേണ ദത്താത്രേയ മുനി രചിച്ചിട്ടുള്ള ശാസ്ത്രശാഖയെ അറിയപ്പെടുന്ന പേരാണ് തന്ത്രശാസ്ത്രം എന്ന് പറയും. അപ്പൊ ഈ തന്ത്രശാസ്ത്രം എന്ന് പറഞ്ഞാൽ ശിവപാർവതിമാരുടെ സംവാദ രൂപമാണ്. അവർ പറയുന്ന അവരുടെ സംസാരത്തിന്റെ ശാസ്ത്രശാഖ. അവരെന്തൊക്കെ സംസാരിക്കുന്നു, അപ്പൊ അവര് സംസാരിക്കുന്നതെല്ലാം എന്ത് ചെയ്യുന്നു? രചിച്ചു. ഒരു സാഹിത്യകൃതിയായിട്ടല്ല, മറിച്ച് ഒരു ശാസ്ത്രശാഖയായി ദത്താത്രേയ മുനി എഴുതി എന്നാണ് പറയപ്പെടുന്നത്. അതിൽ ശിവൻ പാർവതിക്ക് ഉപദേശിച്ചു കൊടുത്ത തന്ത്രം അറിയപ്പെടുന്ന പേര് ആഗമശാസ്ത്രം എന്നാണ്. ഈ ആഗമശാസ്ത്രത്തിലാണ് പറയുന്നത് ഭൂമിയുടെ ഉത്ഭവം, ഭൂമിയുമായി ബന്ധപ്പെട്ട് ഭൂമിയുടെ ഉത്ഭവം, സൂര്യന്റെ ഉത്ഭവം. അപ്പൊ അങ്ങനെ ഈ പറയുന്ന പ്രപഞ്ചത്തിന്റെ എല്ലാം ഉത്ഭവത്തെ പറ്റി പ്രതിപാദിക്കുന്ന ശാസ്ത്രം കൂടിയാണ് ആഗമശാസ്ത്രം. അപ്പൊ ശിവൻ പാർവതിക്ക് ഉപദേശിച്ചു കൊടുത്ത തന്ത്രം അറിയപ്പെടുന്നത് ആഗമശാസ്ത്രം എന്നും, പാർവതി ശിവന് പറഞ്ഞു കൊടുത്ത തന്ത്രത്തെ അറിയപ്പെടുന്ന പേര് നിഗമശാസ്ത്രം എന്നുമാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇതിനടുത്തത് തന്ത്രവിഭാഗത്തെ എത്രയായിട്ട് തരംതിരിച്ചേക്കുന്നത്? 3ആയിട്ട് വിഭജിച്ചേക്കുന്നു. അശ്വക്രാന്ത, രഥക്രാന്ത, പിന്നീട് നമ്മൾ പറഞ്ഞേക്കുന്ന വളരെ പ്രധാനപ്പെട്ടതാണ് ആദ്യം പറഞ്ഞേക്കുന്നത് വിഷ്ണുക്രാന്ത, പിന്നെ രഥക്രാന്ത, അശ്വക്രാന്ത. അശ്വക്രാന്തയിൽ പറയുന്ന മറ്റൊരു വിഭാഗമാണ് ഗജക്രാന്ത എന്നറിയപ്പെടുന്നത്. തന്ത്ര സമുച്ചയം എന്ന പുസ്തകം എഴുതിയത് ചേനാസ് നാരായണ നമ്പൂതിരിപ്പാടാണ്. ഈ പറഞ്ഞ തന്ത്ര സമുച്ചയത്തിലെ ഓരോ അധ്യായങ്ങൾക്ക് പറയുന്ന പേര്
പടലങ്ങൾ എന്നാണ്. തന്ത്രസമുച്ചയം എന്ന പുസ്തകം എഴുതിയത് ചേനാസ് നാരായണ നമ്പൂതിരിപ്പാടാണ്. തന്ത്രസമുച്ചയത്തിലെ ഓരോ അധ്യായങ്ങളെ അറിയപ്പെടുന്ന പേര് പടലങ്ങൾ എന്നാണ്. ഈ പറഞ്ഞ തന്ത്രസമുച്ചയത്തിലെ എത്ര ശ്ലോകങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ തന്ത്രസമുച്ചയത്തിൽ ആകെ ശ്ലോകങ്ങൾ 2896 ശ്ലോകങ്ങളാണ് തന്ത്രസമുച്ചയത്തിലുള്ളത്. തന്ത്രസമുച്ചയം എഴുതിയത് ചേനാസ് നാരായണ നമ്പൂതിരിപ്പാടാണ്. ഇനി ഈ പറയുന്ന ഓരോ തന്ത്രസമുച്ചയത്തിൽ ഓരോ തന്ത്രങ്ങളെയും നമ്മൾ പറയുവാണ്. അതിലൊന്നാമത്തതാണ് സംഗീത മഹിമ വിളിച്ചോതുന്ന തന്ത്രത്തിന് പറയുന്ന പേരാണ് രുദ്രയാമളം എന്ന് പറയുന്നത്. സംഗീത മഹിമ വിളിച്ചോതുന്ന തന്ത്രത്തിന് പറയുന്ന പേര് രുദ്രയാമളം എന്നാണ്. ഇപ്പൊ തന്ത്രസമുച്ചയം എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ആ പുസ്തകം എഴുതിയത് ചേനാസ് നാരായണ നമ്പൂതിരിപ്പാടാണ്. തന്ത്രസമുച്ചയത്തിൽ ഓരോ അധ്യായങ്ങളെ അറിയപ്പെടുന്ന പേര് പടലങ്ങൾ എന്നാണ്. തന്ത്രസമുച്ചയത്തിലെ ശ്ലോകസംഖ്യ എത്രയാണെന്ന് ചോദിച്ചാൽ അത് 2896 ആണ്. അടുത്തത് നമുക്ക് വേണ്ടത് കുളർണവ തന്ത്രം. വളരെ പ്രധാനപ്പെട്ടതാണ്, പരീക്ഷകൾ ചോദിച്ചിട്ടുള്ളതാണ്. ദേഹം ദേവാലയവും, ദേഹം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ശരീരം ദേവാലയവും അതിനുള്ള ജീവൻ സദാശിവമാണെന്ന് പറയുന്ന ഗ്രന്ഥമാണ് കുളർണവ തന്ത്രം അല്ലെങ്കിൽ കുളർണവ തന്ത്രം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദേഹം എന്ന് പറഞ്ഞാൽ ശരീരമെന്നാണ്. ദേഹം ദേവാലയവും അതിനുള്ള ജീവൻ സദാശിവമാണെന്ന് പറയുന്ന ഗ്രന്ഥമാണ് കുളർണവ തന്ത്രം അല്ലെങ്കിൽ കുളർണവ മന്ത്രം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടന്റ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മളൊക്കെ പുരാണ കഥാപാത്രങ്ങളിലൊക്കെ സിനിമകളൊക്കെ കാണാറുണ്ട്. അപ്പം സിനിമകളിലൊക്കെ കാണുന്ന സമയത്ത് ഒരു മന്ത്രം പറഞ്ഞ് ഇന്ന വസ്തുക്കളെ മറ്റൊന്നായി മാറ്റത്തില്ലേ? നമുക്കറിയാം, ഇപ്പം ഏതെങ്കിലുമൊക്കെ പഴയകാല സിനിമകളൊക്കെ നിങ്ങൾ പരിശോധിച്ചാൽ മതി. അതിൽ ഏതെങ്കിലും ഒരു മന്ത്രം ഉരുവിട്ടതിന് ശേഷം ഏതെങ്കിലും വസ്തുവിനെ നോക്കുവാണെങ്കിൽ അത് മറ്റൊരു വസ്തുവായിട്ട് മാറുക എന്നൊരു ലോജിക്കുണ്ട്. ആ ലോജിക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. മഹാമായ ശംബരം എന്ന് പറയും. ഈ പ്രപഞ്ചത്തിൽ മറ്റൊരു മായാപ്രപഞ്ചം നിർമ്മിക്കുന്ന തന്ത്രമാണ്. അതായത് ഈ പ്രപഞ്ചത്തിൽ ഏതെങ്കിലും ഒരു വസ്തുവിനെ മറ്റൊരു മായയാക്കി മാറ്റുന്നു. അതായത് അത് റിയാലിറ്റി അല്ല, മറിച്ച് പഞ്ചേന്ദ്രിയങ്ങളെ പദാർത്ഥ രൂപത്തെ മറച്ചുകൊണ്ട് മറ്റൊന്നായിട്ട് കാണിക്കുന്ന വിദ്യയെ അറിയപ്പെടുന്ന പേരാണ് മഹാമായ ശംബരം എന്ന് പറയുന്നത്. നമ്മൾ പുരാണങ്ങളിലൊക്കെ പറയുമ്പം ഇപ്പം പുരാണ കഥാപാത്രങ്ങളിലൊക്കെ മാമ്പഴം അങ്ങനെയൊക്കെയുള്ള പഴവർഗ്ഗങ്ങളെയൊക്കെ മറ്റു വസ്തുക്കളാക്കി മാറ്റുക, അല്ലെങ്കിൽ മാമ്പഴത്തെ ഈ പറയുന്ന പാമ്പാക്കി മാറ്റുക, കല്ലിനെ നമ്മൾ പറഞ്ഞ കല്ലോ മറ്റു വസ്തുക്കളെ ഈ പറഞ്ഞ വൃക്ഷങ്ങളെയൊക്കെ സ്വർണമാക്കി മാറ്റുക, ഇതൊക്കെ നമ്മൾ പുരാണങ്ങളിലൊക്കെ വായിച്ചിട്ടില്ലേ? അപ്പൊ ഈ ഒരു പറയുന്ന തന്ത്രമാണ് മഹാമായ ശംബരം എന്ന് പറയുന്നത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ്, ഏറ്റവും ആദ്യത്തെ തന്ത്രം, ഈ പറയുന്ന 64 തന്ത്രങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞു അല്ലെ. ഈ 64 തന്ത്രങ്ങളിൽ ഏറ്റവും ആദ്യത്തെ തന്ത്രമാണ് മഹാമായ ശംബരം. ഏറ്റവും അവസാനത്തെ തന്ത്രമാണ് ദേവി മത. 64ാമത്തെ തന്ത്രമാണ് ദേവി മത. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഈ പറയുന്ന മത്സര പരീക്ഷകൾ, അതായത് ദേവസ്വം ബോർഡ് മത്സര പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള മറ്റു പ്രധാനപ്പെട്ട ഏരിയയിലേക്കാണ് നമ്മൾ ഇനി പറയാൻ വേണ്ടി പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, പുരാണങ്ങളിലൊക്കെ പരിശോധിക്കുമ്പം ഇങ്ങനൊരു ചോദ്യം ചോദിക്കാറുണ്ട്. അർജുനന്റെ ശംഖിന്റെ പേരെന്താണ്? അപ്പൊ ശംഖുമായി ബന്ധപ്പെട്ട ഒരു പാക്കേജ് ആയിട്ട് അങ്ങ് പഠിച്ചു വെച്ചേക്കണം. അർജുനന്റെ ശംഖിന്റെ പേര് ദേവദത്തം എന്നാണ്. നകുലന്റെ ശംഖിന്റെ പേര് സുഘോഷം എന്നാണ്. സഹദേവന്റെ ശംഖിന്റെ പേര് മണിപുഷ്പകം എന്നാണ്. ഇതിൽ അർജുനന്റെ ശംഖിന്റെ പേര് ചോദിച്ചിട്ടുള്ളതാണ്. ഇനി ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് മഹാവിഷ്ണുവിന്റെ ശംഖിന്റെ പേരെന്താണ്? അത് പഞ്ചജന്യമാണ്. പാഞ്ചജന്യമല്ല, പഞ്ചജന്യമാണ് മഹാവിഷ്ണുവിന്റെ ശംഖിന്റെ പേര്. യുധിഷ്ഠിരന്റെ ശംഖിന്റെ പേര് അനന്ത വിജയം എന്നാണ്. ഭീമന്റെ ശംഖിന്റെ പേര് പ്രൗഢം എന്നാണ്. പ്രൗഢം, അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. അപ്പൊ ഇത്രയും കണ്ടന്റുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. പറയുന്നു, ഇത് പ്രധാനപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്കാണ്. ഇതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സിലബസിലുള്ള കറണ്ട് അഫയേഴ്സ് പഠിക്കണം, GK പോർഷൻ പഠിക്കണം, സയൻസ് ഫാക്ട് പഠിക്കണം. എന്തൊക്കെ ടോപ്പിക്കിലുണ്ടോ അതെല്ലാം പഠിക്കുക, ആത്മാർത്ഥമായി പഠിക്കുക. വരാൻ പോകുന്ന മുഴുവൻ മത്സര പരീക്ഷകളിലും ഉന്നത റാങ്ക് നിങ്ങൾ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇനി ഈ ക്ലാസ്സിൻ്റെ PDF നോട്ടും ഇതിൻ്റെ പരീക്ഷയും PSC ഇൻഫ്ലുവൻസറിൻ്റെ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ സൗജന്യമായിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.